ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഇറാന്റെ തലയ്ക്ക് കൊടുത്ത പ്രഹരം. ആ പ്രഹരത്തിൽ ഇറാനെ അമേരിക്ക ഒതുക്കുകയായിരുന്നു. ഇറാൻ ആണവായുധങ്ങൾ പിന്തുടരുന്നത് അമേരിക്ക അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ച അമേരിക്ക നിൽക്കുമ്പോഴും ഇനി ഉണ്ടാകുന്ന ആക്രമണം ഇതിനേക്കാൾ കടുത്തതായിരിക്കുമെന്ന മുന്നറിയിപ്പും അമേരിക്ക നൽകുന്നു. ഇറാന്റെ ആണവ പദ്ധതിയെ നശിപ്പിച്ചതും ഭീകരതയെ തടഞ്ഞതുമായ ഒരു വഴിത്തിരിവായി ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിനെ 2026 തന്റെ സ്റ്റേറ്റ് ഓഫ് ദ യൂണിയനിൽ ട്രംപ് എടുത്തുകാട്ടുന്നു. ബുധനാഴ്ച തന്റെ 2026 സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ പ്രസംഗത്തിൽ ഇറാനുമായുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളെ അമേരിക്ക നേരിടുന്ന കേന്ദ്ര ദേശീയ സുരക്ഷാ വെല്ലുവിളികളിൽ ഒന്നായിട്ടാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മുൻ US സൈനിക നടപടി ടെഹ്റാന്റെ കഴിവുകളെ ഗണ്യമായി ദുർബലപ്പെടുത്തിയെന്നും ഭാവിയിൽ ഏതെങ്കിലും ആണവ അഭിലാഷങ്ങൾ അനുവദിക്കുകയില്ല എന്നും കടുത്ത താക്കീത് തന്നെയാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ സംസാരിച്ച ട്രംപ് ഇറാനിയൻ ആണവ സൗകര്യങ്ങൾക്കെതിരായ 2025 US വ്യോമാക്രമണത്തെ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്നറിയപ്പെടുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെ തകർത്തു എന്നും ഭരണകൂട ഭീകരത വ്യാപിപ്പിക്കുന്നത് തടഞ്ഞ ഒരു വഴിത്തിരിവായിട്ടാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. ആ നടപടിയില്ലായിരുന്നുവെങ്കിൽ ഇറാൻ ഭീകരത പ്രചരിപ്പിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ആക്രമണങ്ങളെ പ്രതിരോധപരവും സ്ഥിരതയാർന്നതുമായ നടപടിയായി ചിത്രീകരിച്ചു. ഈ വാരാന്ത്യത്തിൽ ഇറാനെ ആക്രമിക്കാൻ US സൈന്യം തയ്യാറെടുക്കുന്നു. ട്രംപ് അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പരമോന്നത നേതാവ് ഖമേനിയും ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഇല്ലായിരുന്നു എങ്കിൽ ഇറാൻ ഭരണകൂടം ഭീകരത പ്രചരിപ്പിക്കുമായിരുന്നു. അവരുടെ ആണവ പദ്ധതി ഞങ്ങൾ ഇല്ലാതാക്കി. അമേരിക്കയിൽ എത്തുന്ന മിസൈലുകൾ നിർമ്മിക്കാൻ അവർ പ്രവർത്തിക്കുന്നു എന്നാണ് ട്രംപിന്റെ വാക്കുകൾ. ഒരു ചുവന്ന വര വരയ്ക്കുകയാണ് US പ്രസിഡന്റ്. അവർക്ക് ആണവായുധം കൈവശം വയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. വാഷിംഗ്ടൺ DC ചുരുക്കം ചിലർക്ക് മാത്രം അറിയാവുന്ന ഒരു ഓപ്പറേഷനായിരുന്നു മിഡ്നൈറ്റ് ഹാമർ. ഏറ്റവും സങ്കീർണവും അപകട സാധ്യതയുള്ളതുമായ ഒരു ദൗത്യം. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുമാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായി നിർവീര്യമായോ എന്നത് പറയാനായിട്ടില്ല എന്നും അത് പഠിക്കാൻ അതിന്റെ റിപ്പോർട്ട് എടുക്കാൻ ഇനിയും സമയമെടുക്കും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. തന്ത്രപരവും അപ്രതീക്ഷിതവുമായിരുന്നു USന്റെ നീക്കം. 2 പേരടങ്ങുന്ന 7 B-2 സ്പിരിറ്റ് ബോംബർ വിമാനങ്ങളായിരുന്നു ആക്രമണത്തിനായി തിരഞ്ഞെടുത്തത്. സംഘത്തോടൊപ്പം 125 യുദ്ധവിമാനങ്ങളും ഉണ്ടായിരുന്നു. അധികം ആശയവിനിമയങ്ങളൊന്നുമില്ലാതെ നിശബ്ദമായിരുന്നു B-2 വിമാന സംഘം നീങ്ങിയത്. 18 മണിക്കൂറിനൊടുവിലാണ് സംഘം ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. ഇതിനിടെ ഒന്നിലധികം തവണ ഇന്ധനം നിറയ്ക്കേണ്ടി വന്നു. കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ലോകത്തെ മറ്റാരെക്കാളും മികച്ച രീതിയിൽ അമേരിക്കൻ സംയുക്ത സേന പ്രവർത്തിക്കുന്നത് എന്നും വിലയിരുത്തലുകൾ. ഇറാനിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപായി US അന്തർവാഹിനിയിൽ നിന്ന് 2 ഡസനോളം മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തിന് നേരെ വിക്ഷേപിച്ചു. തുടർന്ന് ഓപ്പറേഷൻ ഹാമർ ഇറാൻ വ്യോമാതിർത്തി കടന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുകയായിരുന്നു. അതിവേഗത്തിൽ ശത്രുക്കളുടെ മിസൈലുകളെ വെട്ടിച്ചു നീങ്ങാൻ പാകത്തിലുള്ള അത്യാധുനിക എയർക്രാഫ്റ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നും അമേരിക്ക വ്യക്തമാക്കി. ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യതയുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സൈന്യം മേഖലയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം 12 USF-22 യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൽ ഇറങ്ങിയതായും റിപ്പോർട്ടുണ്ട്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൽ ഇറങ്ങുന്നത് അസാധാരണമാണ്. പ്രത്യേകിച്ച് നൂതന സ്റ്റെൽത്ത് F-22 വിമാനങ്ങളുടെ വിന്യാസം. വ്യാഴാഴ്ച മുതൽ ജനീവയിൽ നടക്കുന്ന പ്രധാന ചർച്ചകൾ ഇറാൻ ഒരു കരാറിനെ അതിയായി ആഗ്രഹിക്കുന്നു, എന്നാൽ ഞങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് ഇറാന് ഉറപ്പുവരുത്താൻ സാധിക്കുകയില്ല എന്നും ട്രംപ് പറയുന്നു. ഇറാൻ US സംഘർഷം കരാർ ഉണ്ടാക്കിയില്ല എങ്കിൽ ഇറാനെതിരെ അധിക സേന വിന്യസിക്കുമെന്നാണ് US സെനറ്ററിന്റെ മുന്നറിയിപ്പ്. പ്രസിഡന്റ് ട്രംപ് ഇറാൻ അന്ത്യശാസനം നൽകിയതായും ടെഹ്റാൻ പ്രതികരിച്ചില്ല എങ്കിൽ കൂടുതൽ സൈനിക നടപടി സ്വീകരിക്കുമെന്നും US സെനറ്റർ ഡേവ് മക്കോർമിക് പറയുന്നു. ഇറാന്റെ കൈകളിൽ ചോരയുണ്ട്, അമേരിക്കൻ ചോര, ഇസ്രയേലി ചോരയുണ്ട്. ആണവശേഷി ഉപയോഗിച്ച് അമേരിക്കയെ നശിപ്പിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നു. അതിനാൽ അവർ ഒരു ഭയങ്കര നടന്മാരാണ് എന്ന് തന്നെയാണ് ഇവർ വിലയിരുത്തുന്നത്. മിഡിൽ ഈസ്റ്റിൽ പതിറ്റാണ്ടുകളായി അവർ ഭീകരത പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കുരുക്കുമുറുക്കുക എന്നതാണ്. ഇറാനിൽ ഒരു നല്ല നടനായി പ്രവർത്തിക്കാൻ പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുന്നത് ഇതാണ്. ഇറാനിൽ നമുക്ക് വലിയ വിശ്വാസമുണ്ടാകരുത്. അവർ കാണാൻ പോകുന്നത് പ്രസിഡന്റ് ട്രംപ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുകയും അവർ അങ്ങനെ ചെയ്തില്ല എങ്കിൽ, ഉചിതമായി പ്രതികരിക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അധിക ശേഷിയും അധിക സൈനിക ശക്തിയും ഉപയോഗിക്കും എന്ന് തന്നെയാണ് USന്റെ എല്ലാ കണക്കുകൂട്ടലുകളും. ഇറാനുമായുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ US സൈന്യം 150-ലധികം വിമാനങ്ങൾ യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും താവളങ്ങളിലേക്ക് മാറ്റിയതായി ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റയും ഉപഗ്രഹ ചിത്രങ്ങളും ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നു. 2003 ഇറാഖ് യുദ്ധത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ 2 പതിറ്റാണ്ടിലേറെ ഈ മേഖലയിലെ അമേരിക്കൻ സേനയുടെ സാന്നിധ്യം ഏറ്റവും വലുതാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനിക ആക്രമണങ്ങൾ നടത്തുമെന്ന് ആലോചിക്കുമ്പോഴും US ഫെഡറൽ ഏജൻസി സുരക്ഷിതമായി ബന്ധപ്പെടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഫാർസി ഭാഷാ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇറാനിലെ വിവരദാതാക്കൾക്ക് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ചൊവ്വാഴ്ച സഹായവും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇത് ഒരു നടക്ക് പോവുകയില്ല എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഇറാൻ തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിക്കാൻ തുടങ്ങിയാൽ, ആണവ ശ്രമങ്ങളുമായി മുന്നോട്ട് പോയാൽ അതിന് പകരം ലഭിക്കുന്നത് ഓപ്പറേഷൻ ഹാമറിനേക്കാളും കടുത്ത അടിയായിരിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.